ഇതിനെ കേന്ദ്രം എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒരു അന്വേഷണ ഏജൻസിക്ക് എതിരായി മറ്റൊരു അന്വേഷണ ഏജൻസി, ഇന്ത്യയിൽ ആകമാനം അധികാരമുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഈ അഴിമതികളെ കുറിച്ച് അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന അഴിമതിയെ കുറിച്ച് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഏജൻസിക്ക് എത്ര അളവ് വരെ മുന്നോട്ട് പോകാൻ സാധിക്കും, നിയമപരമായി അതിന്റെ ബലം എത്ര അളവ് വരെ ഉണ്ട്, അതിന്റെ സാധുത എത്രയുണ്ട്, കേരളത്തിലെ വിജിലൻസിന് എത്രമാത്രം മുന്നോട്ട് പോകാനായി സാധിക്കും. മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ വിജിലൻസ് വകുപ്പ് പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള ചില അംശങ്ങളും കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം CPM ഒരിക്കലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അവരുടെ അന്വേഷണത്തെ മുഖവിലേക്ക് എടുക്കുന്ന ഒരു പാർട്ടിയല്ല. CPM ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ പറയുന്ന EDയുടെ ഉദ്യോഗസ്ഥന്മാർ അഴിമതി കാട്ടിയെന്ന് വന്നാൽ വാശിയോടുകൂടി അവർക്കെതിരായി അന്വേഷണം നടത്താനുള്ള ഒരു ത്വരയുണ്ട്, താല്പര്യമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു നിയമപരമായ സംഘർഷത്തിന് തന്നെ വഴിതെളിക്കുമോ എന്ന് നിയമ വിദഗ്ധർ പോലും സംശയിക്കുന്നുണ്ട്.